ഹലോ ഡിയേഴ്സ്, സാരി ഫാഷൻ കോർണറിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പം ഇന്ന് ഒരു കുട്ടിയുടുപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അത് ഏകദേശം ചെയ്ത് പകുതിയായി കഴിഞ്ഞപ്പോഴത്തേനാണ് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഓർത്തത്. തിരക്ക് പിടിച്ച ദിവസങ്ങളും തിരക്ക് പിടിച്ച പണിയും ഒക്കെ ആയതുകൊണ്ട് തന്നെ വീഡിയോൻ്റെ കാര്യം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറന്നു പോവാണോ അല്ലെങ്കിൽ ഓർത്തിട്ട് തന്നെ മനഃപൂർവ്വം മറന്നു കളയുന്നതാണോ എന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാ ഞാൻ ഇവിടെ ഗ്യാദേഴ്സ് ഇടുന്നതാണ് കാണിച്ചു തരുന്നത്. ആ ഫ്രോക്കിന് നമ്മൾ ചെറിയ ചെറിയ ഗ്യാദേഴ്സ് ഇട്ടാണ് അവിടെ പിടിപ്പിക്കുന്നത്. അപ്പോൾ ആ ഗ്യാദേഴ്സ് സാധാരണ ഞാൻ ചെറിയ പ്ലക്കറോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടാണ് ഇടാറുള്ളത്. ഇന്ന് അങ്ങനെയല്ല ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മുടെ മെഷീനിൽ തന്നെ ചെറിയ ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് ആ മെഷീനിൽ തന്നെയാണ് നമ്മൾ ഗ്യാദേഴ്സിന് വേണ്ടുന്ന സ്റ്റിച്ചിട്ട് കൊടുത്തത്. അതിനുശേഷം താഴത്തെ ബോബിൻ ത്രെഡ് ഉണ്ടല്ലോ, ആ ത്രെഡിനെ ഒന്ന് നമ്മളിങ്ങനെ വലിച്ച് കൊടുത്ത് അവിടെ ഗ്യാദേഴ്സ് വരുത്താണ് ചെയ്തിട്ടുള്ളത്. ആ ചുരുക്കം അവിടെ വരുത്താണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇത് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലാത്തവർക്കാണെങ്കിൽ ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നും കേട്ടോ. പക്ഷെ ഞാനിത് ആദ്യമൊക്കെ ഇങ്ങനെയാണ് ചെയ്തു പോന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നെന്തായാലും ഇങ്ങനെ പരീക്ഷിക്കാമെന്ന് ഓർത്ത് അപ്പം ഞാൻ ഇതിലേക്ക് അങ്ങ് പിടിച്ചു കേട്ടോ. അപ്പോൾ സംഭവം വേഗം പണി തീർക്കേണ്ടതായതുകൊണ്ടും പിന്നെ ഒരുപാട് നേരം ഓർത്തിരിക്കാനില്ലാത്തത് കൊണ്ടും വേഗം അങ്ങ് ചെയ്ത് തീർക്കാമെന്ന് ഓർത്ത് പിടിപിടിയെന്ന് അങ്ങ് ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു വേസ്റ്റ് പോർഷനിൽ ഗ്യാദറിങ് ഇടുന്നത് ഇങ്ങനെ സ്പീഡായിട്ട് ചെയ്ത് തീർത്തിട്ടുണ്ടായി. പിന്നെ അതവിടെ ഒന്ന് സെറ്റാക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ആ സൈഡിൽ നമുക്ക് സീം അലവൻസ് വരുന്ന പോർഷനിൽ നമ്മൾ ആ ഗ്യാദറിങ് ചുരുക്ക് ഒഴിവാക്കിയിട്ട് ബാക്കി നമുക്ക് ഫ്രണ്ടിലേക്ക് വരുന്ന പോർഷനാണ് നമ്മൾ ആ ഗ്യാദറിങ് കറക്റ്റായിട്ട് ഈവണായിട്ട് എത്രത്തോളം നമുക്ക് ആ ഒരു പോർഷനിൽ കൃത്യമായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുമോ അതനുസരിച്ച് നമ്മൾ ഭംഗിയായിട്ടാണ് അവിടെ ആ ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അറിയാൻ പാടില്ലാത്തവർ ഒന്ന് ചോദിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വേറെ ഇതിൻ്റെ ഇട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വേസ്റ്റ് പോർഷനിൽ സിംഗിളായിട്ടൊരു 1/4 ഇഞ്ചിൽ ഒരു സ്റ്റിച്ച് ഇട്ടെടുത്തു. ശേഷം 1/2 ഇഞ്ചിലേക്ക് നീക്കി ഒരു സ്റ്റിച്ചും കൂടി ഭംഗിയായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. ഇതാ ഫൈനലി നമുക്ക് ഇങ്ങനെയാണ് ഗ്യാദേഴ്സ് കിട്ടിയിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടില്ലേ നമുക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ഗ്യാദേഴ്സ് ഇട്ടിരിക്കുന്നത്. ശേഷം നമ്മൾ സൈഡൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. സൈഡിൽ ഏറ്റവും തുമ്പത്തായിട്ട് ഒരു സ്റ്റിച്ചിട്ട് ഞാൻ നിർത്തി. ശേഷം താഴെ എനിക്കൊന്ന് മടക്കി അടിക്കണമായിരുന്നു. അപ്പോൾ താഴെ അത്യാവശ്യം വീതിക്ക് ഒരു 4 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ അത്രയും ഞാൻ മടക്കി അടിച്ചു. ശേഷം അവിടെ ലേസ് ഒന്ന് വെച്ച് കൊടുക്കാമെന്ന് ഓർത്തു. ഇങ്ങനെ ചെക്സ് ഉള്ള മെറ്റീരിയൽ കാണുമ്പോഴത്തേനും എനിക്ക് ലേസ് വെച്ച് അടിക്കാനായിട്ട് ഒരു മോഹം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ പല ഡ്രസ്സുകളുടെ പിക്ക് കാണുമ്പോഴും ഞാൻ വിചാരിക്കും അങ്ങനെ എനിക്കും ചെയ്ത് നോക്കണമല്ലോ, നല്ല വെറൈറ്റി ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അപ്പം ഞാനൊന്ന് ചെയ്ത് നോക്കാമെന്ന് ഓർത്ത് ചെയ്തതാണേ. അപ്പോൾ ലേസും കൂടി വെച്ചടിക്കുന്നു എന്നുള്ള ബോധമില്ലാതെ ഞാൻ ഇച്ചിരി സ്പീഡിലങ്ങ് അടിച്ചു പോയതാണ്. അപ്പോൾ നൂല് പൊട്ടിപ്പോയി. അന്നേരം അത് നൂല് നമ്മളൊന്ന് കോർത്തതിന് ശേഷം വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയതായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു ലെയർ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ലെയറും കൂടി വെച്ച് കൊടുത്താൽ എന്താ കുഴപ്പമെന്ന് ആലോചിച്ച് അങ്ങനെ രണ്ടാമത് ഒരു ലെയറും കൂടി വെച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്തത്. ഞാനിതുപോലെ ലേസ് വെച്ചിട്ടുള്ള ഒരു ഫ്രോക്ക് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് ലൈക്സും കമൻസും കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നീട് ഇങ്ങനൊരു ഫ്രോക്ക് ചെയ്യാൻ അതൊരു പ്രചോദനമായി എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരാം കേട്ടോ. എന്നാൽ ചില പേഴ്സണലി എൻ്റെ അടുത്ത് കുറേ പേര് കമൻ്റ് ഇട്ട് പറയാറുണ്ട് ഈ ഒരു സംഭവം ഇങ്ങനെ ലേസ് വെച്ച് അടിക്കുന്ന ഫ്രോക്ക് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്ന്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെറ്റീരിയൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അത്രയ്ക്കങ്ങ് ഒരു ലുക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു. പക്ഷേ സംഭവം സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ലൊരു ലുക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കിടിലൻ ലുക്കായിരുന്നേ. അപ്പം ക്ഷമയോടുകൂടി കാത്തിരുന്ന നമുക്ക് എൻ്റെ ഫൈനൽ ലുക്ക് കാണാം. അപ്പം ഞാൻ ഈ താഴെ ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് സൈഡ് കറക്റ്റ് അളവ് കണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ തയ്യൽ തുമ്പെല്ലാം നമുക്കവിടെ കാണുന്ന രീതിയിൽ തന്നെയാണ് കിടക്കുന്നത്. ഞാൻ ഉള്ളിലേക്കൊന്നും ആക്കി സ്റ്റിച്ച് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞു വാവയ്ക്ക് കുറച്ച് തക്കടുവാവയാണെന്നാണ് പറഞ്ഞത്. കുറച്ച്
ആൾ വണ്ണം വെക്കുന്ന ടൈപ്പാണ്. അപ്പോൾ ഒന്ന് ലൂസാക്കാൻ പാകത്തിന് ഒന്ന് ഇട്ട് തന്നേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ഓർത്തു സാരിൽ ഇതിങ്ങനെ തന്നെ കിടക്കട്ടെ. പിന്നെ സൈഡിൽ നമുക്ക് ആ നൂലൊന്നും എഴുന്നു പോകാതിരിക്കാനും കുഞ്ഞിൻ്റെ മേത്ത് കൊള്ളാതിരിക്കാനും ഒക്കെ ആയിട്ട് ജസ്റ്റ് ഒരു നെറ്റിൻ്റെ പീസൊന്ന് സോഫ്റ്റ് നെറ്റിൻ്റെ പീസൊന്ന് ആഡ് ചെയ്ത് ആ ഒരു സൈഡ് ഫിനിഷ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഞാനിങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് കേട്ടോ. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. ഞാൻ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കാറുള്ള ഒരു പരിപാടിയാണ്, നമുക്ക് സോഫ്റ്റ് നെറ്റ് ഉണ്ടാവുമല്ലോ, ആ ഒരു നെറ്റിൻ്റെ പീസ് ചെറുതായിട്ടൊന്ന് ആ സൈഡിൽ വെച്ച് ഒന്ന് സ്റ്റിച്ചാക്കി കൊടുക്കും. അപ്പം നമുക്ക് ഇടുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നല്ല സുഖമായിട്ട് തന്നെ അവർക്ക് ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഫൈനലി നമ്മൾ താഴെ ഒരു ലെയർ വെക്കാമെന്നാണ് ഓർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊന്ന് സാമ്പിൾ നമ്മൾ അയച്ചു കൊടുത്തപ്പോൾ കസ്റ്റമർ 2 ലെയർ വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ സ്ലീവിനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രോക്കിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ സ്കേർട്ടിൻ്റെ പോർഷനിലേക്ക് ലൈനിങ് ഇട്ടിട്ടില്ല, ബോഡി പോർഷനിൽ മാത്രമാണ് നമ്മൾ ലൈനിങ് കൊടുത്തിരിക്കുന്നത്. ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയും, അതുപോലെ തന്നെ ബാക്ക് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒരു ടാഗ് ടൈയിങ് ചെയ്യാനായിട്ട് ഒരു ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇത്രയും സിമ്പിളായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്ത ദിവസം മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഇതെല്ലാം കണ്ടൊന്ന് ആസ്വദിക്കാം. മറ്റുള്ളവരിലേക്ക്, ആവശ്യക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.